ഏറ്റവും പ്രിയപ്പെട്ട പരിസരനിധിയായ ശ്രാമ്പിക്കൽ പിതാവേ, പ്രിയങ്കരനായ പുനമാക്കൽ തോമാകത്തനാർ, പരിസരനിധിയായ അടപ്പശ്ശേരി സെബാസ്റ്റ്യൻ വിദ്യാറായുടെ ഡയറക്ടറച്ച, പ്രിയപ്പെട്ട പൊന്നുമരിക്കലച്ച അസിസ്റ്റൻറ്റ് ഡയറക്ടർ, പ്രിയപ്പെട്ട മണിയാട്ടച്ച, ഉടുപ്പിലച്ച, ജസ്റ്റിനച്ച, രാജുവച്ച, ആൻഡ്രൂസച്ച, ബഹുമാന്യനായ അനിൽ സാറെ, ജലാളച്ചന്മാരെ, ഈ ദേറായുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ രൂപതയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിവരവായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഈ ദേറായുടെ ഇപ്പോഴത്തെ കാര്യസ്ഥനായിട്ടുള്ള അടപ്പശ്ശേരിച്ചനും അദ്ദേഹത്തിൻ്റെ സഹായി പുന്നമ്പരിക്കലച്ചനും കൂടി ആലോചിച്ച് ഇതുപോലെ ഒരു സമ്മേളനം ഇവിടെ നമുക്ക് നടത്തണം, ഈ ദിവസം തന്നെ വേണം എന്ന് ഒത്തിരി അധ്വാനിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് 100-ലധികം വ്യക്തികൾ, അച്ഛന്മാരും സഹോദരങ്ങളും മറ്റ് ഈ മേഖലയിൽ പാണ്ഡിത്യമുള്ളവരുമായ ആളുകളെല്ലാം ഇവിടെ ആയിരിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മളോട് ഈ കാര്യത്തെക്കുറിച്ച് പുനമാക്കലച്ഛൻ തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും. സമയമെടുത്ത് നമുക്കൊരു ക്ലാസ് പോലെയൊക്കെ തരാനായിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിനച്ഛനും പിന്നീട് രാജുവച്ഛനും ഒക്കെ ഇവിടെയുണ്ട്. അവർ മലങ്കര സഭയോടും ഈസ്റ്റ് സിറിയക് ചർച്ചിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൂടെ ചേർത്ത് നമ്മളുടെ ഈ ഇന്നത്തെ കൂടിവരവിനെ കൂടുതൽ ബലപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം. ബാർ എബ്രേവൂസ് എന്ന പണ്ഡിതൻ നമ്മളുടെ സുറിയാനി നിഘണ്ടുവിൻ്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ലോകം മുഴുവനിലും ഒരേ ഭാഷ തന്നെ സംസാരിച്ചു വന്നിരുന്നു. ചിലർ വിചാരിച്ചു വരുന്നത് പോലെ ആ ഭാഷ എബ്രായ അല്ല, പിന്നെയോ കൽദായ ആകുന്നു. എബ്രായ എന്ന വാക്ക് ഹേബർ എന്നയാളിൻ്റെ പേരിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതുമല്ല. അബ്രാഹം കൽദായ രാജ്യത്തു നിന്നും യൂപ്രട്ടീസ് കാനാൻ ദേശത്തേക്ക് പോയതിനാൽ അദ്ദേഹത്തിന് എവുറായ, അക്കരക്കാരൻ എന്ന് പേര് സിദ്ധിക്കുകയും അവദ്, കടന്നു എന്ന കൽദായ വാക്കിൽ നിന്ന് എബ്രായ, അക്കരക്കാരൻ എന്ന് അയാളുടെ സന്താനങ്ങളുടെ ഭാഷയെ വിളിക്കപ്പെടുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വച്ചിരിക്കുന്ന ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. അതുപോലെ തന്നെ വോൾത്താനൂസ് എന്ന പണ്ഡിതൻ്റെ വാക്കുകൾ, എല്ലാ ജാതിക്കാരുടെയും ജ്ഞാനം കൽദായക്കാരിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ്. എല്ലാ ശാസ്ത്രങ്ങളും കിഴക്ക് നിന്ന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പരന്ന് ഒഴുകിയതാണ്. അതായത് ലത്തീൻകാർക്ക് ഗ്രീക്കുകാരിൽ നിന്നും, ഗ്രീക്കുകാർക്കും മറ്റുള്ളവർക്കും കൽദായ അഥവാ അസീറിയക്കാരിൽ നിന്നും എല്ലാ ശാസ്ത്രങ്ങളും ആദ്യമായിട്ട് ലഭിച്ചു. അതും വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ജർമ്മൻകാരനായ എക്കിയൂസിൻ്റെ വാക്കുകൾ, ആരംഭത്തിൽ എല്ലാ സ്ഥലങ്ങളിലും കൽദായ സുറിയാനിയിലായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. ഒറിജിനൽ ട്രഡീഷൻ വെച്ചുകൊണ്ട് വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല വേദികളിൽ നമ്മൾ കേൾക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മൾ ഇന്ന് ഇവിടെ ഇതുപോലെ സമ്മേളിക്കുമ്പോൾ പുനമാക്കലച്ഛൻ്റെ ബൗദ്ധികവും ആധ്യാത്മികവുമായ ശിരസിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഉടലെടുത്ത ഈ ശിശു ഇന്ന് തീർച്ചയായിട്ടും കുറച്ചുകൂടെ മോടി പിടിപ്പിക്കപ്പെട്ട് കുറേ കൂടെ വൈദികരും അൽമായരുമെല്ലാം പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു സമ്മേളനത്തിന് അർഹതയുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്.
അച്ഛനിവിടെ ആയിരുന്നപ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള വീട്ടുകാർ, സാധാരണക്കാർ, അൽമായക്കാർ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും അങ്ങനെ ഇവിടെ ഒരു എക്ലേഷ്യൽ കമ്മ്യൂണിറ്റി സുറിയാനി പള്ളി എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഇതുപോലെ വളർന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട കടപ്പശ്ശേരിച്ചൻ്റെയും ദൈവത്തിൻ്റെ അസ്ഥേന്തിയുടെയും കൂടെ കാര്യസ്ഥിതിയിൽ എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചത്. നമ്മൾ പല മേഖലകളിൽ നിന്ന് സുറിയാനി ഭാഷ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. ആദ്യകാല ഉറവിടങ്ങളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രബോധനങ്ങളും പ്രബോധകരും നമുക്ക് വിലപ്പെട്ടതാണ്. വലിയ ഒരു പൈതൃകത്തിൻ്റെ വളർച്ചയിൽ പിന്നീട് നമ്മുടെ സഭയ്ക്ക് വന്ന അപജയങ്ങൾക്ക് ശേഷം വീണ്ടും ഈ പൗരസ്ത്യ സുറിയാനി ഭാഷയ്ക്ക് വലിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായി. അതിനൊക്കെ നല്ല നേതൃത്വം വഹിച്ച ഏതാനും ചിലരുടെ പേര് ഞാനൊന്ന് പറയുകയാണ്. കടവിൽ ചാണ്ടി കടുത്തുരുത്തിക്കാരനാണ്. കടപ്പൂർ റമ്പാച്ചൻ റോലങ്ങാടുകാരനാണ്. പറയമാക്കൽ തോമാ കത്തനാർ, പെരിയാറ്റി മെത്രാപ്പൊലീത്ത, പകലോമറ്റത്തുണ്ടായിരുന്ന അർക്കദിയാക്കോന്മാർ, പനങ്കുടിക്കൽ ചെറിയ യാക്കോബ് വല്യച്ഛൻ, ചാവറകുടിയാക്കോസച്ചന്, നിധീരിക്കൽ മാണിച്ചന്, കുടക്കച്ചര അന്തോണിച്ചന്, കട്ടക്കയം വലിയ ചാണ്ടിച്ചന്, കൊച്ചിയാണ്ടിച്ചന്, അമ്പലം തുരുത്തേൽ യാക്കോബ് കത്തനാർ, 1 മുതൽ 6 വരെയുള്ള മർത്തോമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാർ, പകലോമറ്റം കേന്ദ്രമാക്കിയിട്ടുള്ള മറ്റ് ഗുരുക്കന്മാർ, പ്ലാസിഡച്ചന്, ഗുരുയോഹിന്ദ് തൊട്ടക്കര യോണച്ചന്, മറബ്ദീശോ തൊണ്ടനാട്, ബെർണാർദ് തോമ അച്ഛന്, ചെള്ളിയിൽ ഇമ്മാനുവേൽ അച്ഛന്, അന്ത്രയോസ് കളപ്പുരയച്ഛന് 50ഓളം പുസ്തകങ്ങൾ സുറിയാനിയിൽ എഴുതിയ ആളാണ്. അരവിത്തനാൽ തോമാച്ചന്, നമ്മുടെ പ്രിയപ്പെട്ട കൂനമാക്കൽ തോമാച്ചൻ. ഇത്രയും ആളുകളെ നമുക്ക് അവിതർക്കിതമായിട്ട് നമ്മളുടെ ഈ സഭയിൽ ഈ പൈതൃകത്തെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കാണുകയും വളർത്തുകയും അത് വലിയൊരു അസറ്റായിട്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്തവരാണ്. അവരിൽ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഇത് പഠിക്കുകയും ഇതിനെ കാണുകയും ചെയ്തിട്ടുള്ളത് കൂനമാക്കൽ അച്ഛൻ തന്നെയാണ്. അതിനൊരു സംശയവുമില്ല. അരയത്തലാനച്ഛനും ഈ ഭാഷയെ ശാസ്ത്രീയമായിട്ട് കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. വലിയ ഗ്രമേറിയനാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും നമ്മുടെ രാജ്യത്തിന് പുറത്തു തന്നെ വളരെയേറെ പേര് ശ്രദ്ധിച്ചിരുന്നു. ഈ ഭാഷ കുനമാക്കലച്ഛൻ പ്രഭാതൂരായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛനെപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യം ഇത് വെളിപാടിൻ്റെ ഭാഷയാണ്, ലിറ്റർജിക്കൽ ഭാഷയാണ്, അന്തർദേശീയ ഭാഷയാണ്, സഭൈക്യത്തിൻ്റെ ഭാഷയാണ്, വ്യാപാര കച്ചവടത്തിൻ്റെ ഭാഷയാണ്, സംഗീതത്തിൻ്റെ ഭാഷയാണ്, സുവിശേഷങ്ങളുടെ ഭാഷയാണ്, സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഷയാണ്, പ്രസംഗത്തിൻ്റെ ഭാഷയാണ്, ശില്പകലയുടെ ഭാഷയാണ്. ഇതിനെല്ലാം മുമ്പ് സഭാപിതാക്കന്മാരുടെ ഭാഷയാണ്, മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഭാഷയാണ്, നമ്മളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയാണ്, ലിറ്റർജികളുടെ ഭാഷയാണ്, സാഹിത്യത്തിൻ്റെ ഭാഷയാണ്, നാടകങ്ങളുടെ ഭാഷയാണ്, വാനനിരീക്ഷകരുടെ ഭാഷയാണ്, ഗണിതശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം സുറിയാനി അരമായ ആ വലിയൊരു ബെൽറ്റ്, അരമായ സുറിയാനി അല്ലെ ക്രിസ്ത്യൻ അരമൈക്ക് എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടം മുതൽ മുമ്പോട്ടുള്ള വലിയ ഒരു സംസ്കാരത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ എണ്ണിയൊന്ന് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് പൗരസ്ത്യ സുറിയാനി നമ്മുടെ ആരാധനക്രമത്തിൻ്റെ ഭാഷയാണ്. നമ്മളുടെ ഉറവിടങ്ങളെല്ലാം ഈ ഭാഷയിലാണ്. ഉറവിടങ്ങളെ സമീപിക്കാൻ പൂർണ്ണമായ രീതിയിൽ സാധിക്കുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ പല രീതിയിൽ അതിനെ സമീപിക്കാൻ കൽപ്പുള്ളവരാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലുള്ള ഒരു കൂടിവരവിൽ ഒന്നിക്കുമ്പോൾ ഓർക്കേണ്ടത്. നമ്മുടെ പുരാതനമായ പള്ളികളിൽ കടമറ്റത്തുള്ള സെൻറ്റ് ജോർജ് പള്ളി, കോതമംഗലത്തുള്ള പള്ളി, തൃപ്പൂണിത്തറ, കോട്ടയം വലിയ പള്ളി, തൃശ്ശൂർ ഉള്ള പള്ളി, നമ്മുടെ പാലായിലെ വലിയ കത്തീഡ്രൽ, പഴയ കത്തീഡ്രൽ, മുളന്തുരുത്തി പള്ളി, കണ്ടനാട് പള്ളി,
പ്രവലങ്ങാട് മേജറാർക്കി എപ്പിസ്കോപ്പൽ പള്ളി മണിയിലെ സുറിയാനി ലിപികൾ, കണ്ടനാട് പള്ളി, മന്നാനം കൊവേന്ത, തൃപ്പൂണിത്തുറയിലെ പള്ളി, മുട്ടിച്ചിറ പള്ളി, കോട്ടയം കടുത്തുരുത്തി, അരുവിത്തുറ പള്ളി, ഈ പള്ളികളുടെയൊക്കെ മദ്ബഹായിലോ പാർശ്വങ്ങളിലോ ആനവാതുക്കലോ മാമോദീസ തൊട്ടിയിലോ പള്ളി മണികളിലോ ഒക്കെ ഈ സുറിയാനി ലിപികൾ കർഷോനും കൂടെ കൂട്ടിച്ചേർത്ത്, അതായത് സുറിയാനി ലിപികളിൽ മലയാളം വാക്കുകൾ, പേരുകൾ, സംഭവങ്ങൾ ഒക്കെ കുറിച്ച് വയ്ക്കുന്ന ആ ശൈലിയും നമുക്ക് നല്ല അറിവുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് ഈ രംഗത്ത് വടവാതൂർ സെമിനാരിയിൽ വലിയൊരു മുന്നേറ്റം നൽകിയത് കുനുമാക്കലച്ചനാണ്. അച്ഛൻ സിറിയക് പെട്രോളജി പഠിപ്പിക്കാൻ വന്ന നാൾ മുതൽ ഈ ഭാഷയോട് ചേർത്ത് അഫ്രാത്തസ്, എഫ്രൈം, ജേക്കബ് ഓഫ് സാറൂഖ്, ഐസക് ഓഫ് നിനിവെ ഇവരുടെ എല്ലാം മൂലഗ്രന്ഥങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ പറയുകയും അവരുടെ ചിന്തകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അതിൽ നിന്നുള്ള ചിന്തകളൊക്കെ പുറത്ത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സുറിയാനി ഭാഷ അടിസ്ഥാനപരമായിട്ട് ബൈബിൾ പഠിക്കാൻ, തിയോളജി പഠിക്കാൻ, ലിറ്റർജി പഠിക്കാൻ, ഇന്നത്തെ നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ സഭൈക്യ സംരംഭങ്ങൾക്ക് നമുക്ക് മുന്നിട്ടിറങ്ങാനുമൊക്കെ ഈ ഭാഷയോടും ഈ സംസ്കാരത്തോടും ഈ സംസ്കൃതിയോടും നമുക്ക് അടുപ്പം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ഭാഷയുടെ പ്രാധാന്യം ആധുനികരായിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥകാരന്മാർ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പെട്രോളജി, പട്രിസ്റ്റിക്സ് ഒക്കെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തികച്ച് ഫാക്കൽറ്റികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അച്ഛന്മാർക്കും അതിൻ്റെ കാര്യസ്ഥന്മാർക്കും ഒക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. സുറിയാനി സംസാരിച്ചിരുന്ന ടർക്കി, ലെബനോൺ, ഇസ്രായേൽ, പാലസ്റ്റൈൻ, സിറിയ, ഇറാഖ്, ഇറാൻ, ഒരു പരിധിവരെ നമ്മുടെ രാജ്യവും ചൈന, മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ചരിത്രവും ഇതോടൊപ്പം നമ്മൾ ഒന്നിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. ആധുനികരായ ജർമ്മൻ പണ്ഡിതന്മാർ, ഫ്രഞ്ച് പണ്ഡിതന്മാർ ഒക്കെ നടത്തിയ വളരെ സുറിയാനി സോഴ്സുകളിലേക്കുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഇതിനെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള, കണ്ടിട്ടുള്ള, വർത്തമാനം പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷുകാരന് അദ്ദേഹം കുനുമാക്കലച്ചൻ്റെ ഗുരുവാണ്. വളരെ താല്പര്യത്തോടുകൂടി ഈ സോഴ്സിനെ എല്ലാം കാണുകയും ഫോണിൽ കൂടെ പോലും ഈ വാർദ്ധക്യത്തിലും ബന്ധപ്പെടാനും ഒക്കെ സെബാസ്റ്റ്യൻ ബ്രോക്സ് ഒക്കെ വളരെ താല്പര്യപൂർവ്വം നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ നമ്മളിതിനെ കാണാൻ പഠിക്കണം. അൽമായ സഹോദരങ്ങൾ നന്നായിട്ട് സുറിയാനി വായിക്കാനും പഠിക്കാനും എഴുതാനും വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രാപ്തിയുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അതിൽ പലരും നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഈ പ്രദേശത്തുള്ളവരും ഇതിനോട് ബന്ധപ്പെട്ടവരും എല്ലാമാണ്. അവർ ഇതിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഞാൻ ആ കാര്യവും കൂടെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ നമുക്ക് സുറിയാനി ഭാഷ കൂടുതലായിട്ട് പഠിക്കണം. സുറിയാനി സംസാരിക്കുന്ന ആ ഒരു ശൈലിയിലേക്ക് വരണം. അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ശൈലിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുവാനും സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുവാനും നല്ല പക്വതയുള്ള രീതിയിൽ നമ്മളുടെ പ്രബോധനങ്ങൾ കൊടുക്കുവാനുമൊക്കെ ഈ സുറിയാനി ഭാഷ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ചിന്തകളും ചിന്താശൈലികളുമുള്ള ഇതൊരു സോഴ്സ് ട്രഡീഷനാണ്. നമ്മളൊരു കോംപ്രമൈസിന് വേണ്ടി ഇത് മൂന്നാമത്തെ വിങ്ങാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞ് അത്രയും നമ്മൾ എളിമപ്പെടേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് മൂല സോഴ്സ് എന്നതിന് സംശയമൊന്നുമില്ല. ഈശോയുടെ ഭാഷയാണ്, പരിശുദ്ധമ്മയുടെ ഭാഷയാണ്, ശ്ലീഹന്മാരുടെ ഭാഷയാണ്. ഞാൻ 2-3 സൈറ്റേഷൻസ് ആദ്യം പറഞ്ഞതുമെല്ലാം അതിനെ നമുക്ക് കൂടുതൽ നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് നമ്മളൊരു കോംപ്രമൈസിലെത്തി ഗ്രീക്കും ലാറ്റിനും പോലെ സുറിയാനിയും പ്രധാനപ്പെട്ടതാണെന്ന് എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. അതുതന്നെ ഒരു തെറ്റായ നിലപാടായിരിക്കും. ഈ സംസ്കാരവും ഈ ഭാഷയും എല്ലാം വേദപുസ്തകത്തിൻ്റെ ഭാഷയും സംസ്കാരവുമാണ്. അതിന് മാത്രമേ ശരിയായിട്ടുള്ള
വ്യാഖ്യാന ശൈലികളും നല്ല ലിറ്റർജിക്കൽ നിലപാടുകളും വിഭജിക്കപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ഐക്യവുമൊക്കെ കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇതിന് നല്ല സമർത്ഥരായ ആധുനിക കാലത്തെ യൂസഫിനെ പോലെയുള്ളവർ, സെബാസ്റ്റ്യൻ ബ്രോക്ക്, അതുപോലെ EP സാൻഡേഴ്സ്, HJW ട്രൈജുവേഴ്സ്, വാൾട്ടർ ബവർ, കുറേ ക്രിട്ടിക്കലായിട്ടുള്ളൊരു ഓതറാണെങ്കിലും, JB ഷെഗൽ, റോബർട്ട് മുറേ അദ്ദേഹത്തിൻ്റെ അടുത്താണ്, പ്രഗത്ഭനായ വ്യക്തിയാണ്. പുനമാക്കലച്ചൻ PhD thesis ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അതുപോലെ NC ഗർസോയിയാൻ ഈസ്റ്റ് ഓഫ് ബൈസാൻസിയം എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രപ്പോസൽസ്, അങ്ങനെ ഒരുപാട് ആധുനികരായിട്ടുള്ള ഗ്രന്ഥകാരന്മാരുണ്ട്. നമ്മളിതിനെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇവിടെ സുറിയാനി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വായിക്കാനും പാടാനും സംസാരിക്കാനും അങ്ങനെ ഒരു സാങ്ക്ടിറ്റിയുള്ള ഈസ്റ്റ് സിറിയക്ക് കൾച്ചർ നമുക്കിവിടെ രൂപപ്പെടുത്താൻ ഈ ദേറ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുനമാക്കലച്ചൻ്റെ ചൈതന്യം അടപ്പശ്ശേരി അച്ഛനും അദ്ദേഹത്തിൻ്റെ അസ്തേന്തി അച്ഛനും സഹപ്രവർത്തകരായിട്ടുള്ള അയൽവക്കക്കാരും ഈ വലിയ പണ്ഡിത സദസ്സുമൊക്കെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ നമ്മളെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എക്ലീഷ്യൽ അപ്രോച്ച് നമുക്ക് ഉണ്ടാകണം. അവിടെ നമ്മളെല്ലാവരും അൽമായരും പണ്ഡിതന്മാരും യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സും ദേറായുടെ അധ്യക്ഷനായിട്ടുള്ള കടപ്പശ്ശേരി അച്ഛനും പുന്നമരിക്കൽ അച്ഛനും ഒക്കെ അങ്ങനെ കൂടുമ്പോഴാണ്, അതാണ് സുറിയാനി കൾച്ചർ നമുക്ക് നൽകുന്ന ഒരു നിലപാട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. എനിക്ക് തന്നിരുന്ന സമയമായി, അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ എല്ലാവരെയും ഗുരുവായിട്ടുള്ള ആളാണ് പ്രധാനപ്പെട്ട മോൺസിഞ്ഞോർ ഫിലിപ്പ് ഞങ്ങളക്കാട്ടച്ഛന്. ഇത്രയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നമ്മുടെ കോളേജിൽ സുറിയാനിയുടെ അധ്യാപകനായിരുന്നു. ഈ കാര്യത്തോടെ എപ്പോഴും പുനമാക്കലച്ഛനെയും എന്നെയും എപ്പോഴും ഈ ദറായിയുടെ കാര്യസ്ഥരെയും ഒക്കെ അച്ഛന് ബലപ്പെടുത്തുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. കുറേയേറെ അച്ഛന്മാർ സുറിയാനി ഭാഗികമായിട്ടെങ്കിലും പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായ രീതിയിൽ പരിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും സുറിയാനിയിൽ അർപ്പിക്കുന്നത് സഭ മുഴുവനും ഉള്ള ഒരു സോഴ്സായിട്ട്, ഒരു ഇന്ധനമായിട്ട് അത് മാറണം. അത് നമുക്ക് ഒരു ബലംപിടുത്തത്തിൻ്റെ പേരിലല്ല, സ്വാഭാവികതയുടെ പേരിൽ. ഇതാണ് നമ്മളുടെ ഭാഷയും നമ്മുടെ തിയോളജൈസിങ് ശൈലിയും അല്ലെങ്കിൽ ആധ്യാത്മിക വീക്ഷണവും എന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ തക്ക സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലേക്ക് ഈ സഭയെ കൊണ്ടുവരാൻ ഈ ദേറായിക്ക് കഴിയും എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ഇവിടുത്തെ നമ്മളുടെ ഈ ഭാഷയുടെ പ്രത്യേകതയും ഒക്കെ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. പുനമാക്കലച്ഛൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ തീവ്രമായ ആഗ്രഹം. അച്ഛനോട് ഞാനത് അടപ്പശ്ശേരി അച്ഛനും പുന്നമരിക്കൽ അച്ഛനും ഒന്നിച്ചിരുന്ന് മുട്ടിയുടെ പ്രീസ്തോമിലും ഇവിടെ വെച്ചുമെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അച്ഛനത് പറ്റുന്ന പോലെയൊക്കെ ആരോഗ്യം അനുഭവിക്കുന്ന പോലെ ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും ഇവിടെ നമ്മളിനി പല കാര്യങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ ക്ലാസ്സുകൾ, സംഗീതം, കുർബാന ടെക്സ്റ്റ് വായിക്കാൻ പഠിക്കുന്നത്, യാമപ്രാർത്ഥന, അതിലൊക്കെ അച്ഛൻ്റെ ഇടപെടലുകളും അച്ഛൻ്റെ നിർദ്ദേശങ്ങളും ഉണ്ടാകും. അച്ഛൻ ഉടനെ നമ്മളോട് സംസാരിക്കും. ആധികാരികമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്ഥലം നമുക്ക് തരാൻ ഇടയായത് ബഹുമാനപ്പെട്ട ചാർസ് സാറാണ്. അദ്ദേഹം ഇവിടെയുണ്ട്. ഞങ്ങൾ അച്ഛന്മാരുടെ എല്ലാം ഒരു അടുത്ത സുഹൃത്താണ്. പുനമാക്കലച്ഛനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിൽ കൂടിയാണ് അതിനെല്ലാം ഇടയാക്കിയത്. എല്ലാ അച്ഛന്മാർ രൂപതയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ പ്രമ്പലച്ഛനും പണിയോടിക്കലച്ഛനും അവർ തിരക്കുകൾക്ക് ഇടയിലാണ് വന്നിരിക്കുന്നത്, നമുക്കറിയാം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തിയും, എല്ലാ വ്യക്തികളും ഈ ഭാഷയോടും ഈ ആരാധനക്രമത്തോടും നല്ല ഒരു സഭാ കൂട്ടായ്മയോടും വളരെ താല്പര്യമുള്ളവരാണ് എന്ന് ഉത്തമമായ ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. ആ ബോധ്യത്തിലും ആ സ്നേഹത്തിലും കൂടുതൽ വളരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് അത്രയും പുണ്യവാനും വിശുദ്ധ അൽഫോൻസായ്ക്കും നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.